Respected Professor Salim sir, and all the directors and the participants of the program, a warm good morning to each and every one of you. Designing joyful classroom. ഏറ്റവും പ്രധാനമായിട്ട് ഈ സി സിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സെഷനാണ് നടക്കുന്നത്. And I'm sure right from the morning you are glued to your chairs, listening to the talks and perhaps trying to get what you can take home as part of the summit. അതുകൊണ്ട് ഈ ഒരു സെഷൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ പ്യോർലി ഇൻറ്ററാക്റ്റീവ് സെഷൻ. അത് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ഇവിടുന്ന് കേൾക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് വി ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് certain things that you can take home to your schools, for your children, to make your classes a joyful learning experience. Okay? So that's all just for a keynote introduction for the session. Hello, is it okay whether I will have any entrance with the speaker if I move forward? കുഴപ്പമില്ലല്ലോ, സ്പീക്കർ ഹൗൾ ചെയ്യുന്നില്ലല്ലോ? ഓക്കെ. സോ ഫൈൻ ഡിയർ വൺസ്, joyful easy classroom is the topic of discussion of the first session. From your experience, joyful learning എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ക്ലാസ് മുറിയിൽ ജോയ്ഫുൾ ആവുക എന്ന് പറയുമ്പം ആരുടെ സന്തോഷമാണ് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് എന്നതാണ്, അല്ലേ? ബിക്കോസ് നമ്മൾ ജീവിച്ച ഒരു ജനറേഷൻ, നമ്മളെ അഡ്രസ്സ് ചെയ്യുന്ന ജനറേഷൻ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സോ ഹൂസ് ജോയ് ഈസ് അഡ്രസ്ഡ് ഇൻ ദ ക്ലാസ് റൂം ഇസ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ ദറ്റ് വി ആർ ഗോയിങ് ടു അഡ്രസ്. ഇവിടുത്തെ രാവിലത്തെ ഇൻട്രൊഡക്ടറി സെഷനിലൊക്കെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഒരുപാട് പേര് നമ്മളുടെ ഈ കാലത്ത് നമ്മൾ ഏത് പെഡഗോജി പ്ലാൻ ചെയ്യുമ്പോഴും ഏത് ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില ചാലഞ്ചസ് ഉണ്ട്. പണ്ട് ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്മളുടെയൊക്കെ ഇപ്പം കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിൽ ദ ഓൺലി റിസോർട്ട് വി ഹാഡ് വാസ് റേഡിയോ, അല്ലേ? റേഡിയോ വാസ് നോട്ട് വെരി കോമൺ ഇൻ ഓൾ ഹൗസസ്. അത് ചില സമയത്ത് ചിലപ്പോൾ കേൾക്കുന്നത് മാത്രമാണ് പാട്ട്. പിന്നെ അതൊരു ടി വി യുഗത്തിലേക്ക് വന്നു. ബട്ട് നൗ all the multi-sensory visual materials are there in the mobile phone, which is very common amongst everyone. നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന ഈ ആൽഫ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടെക്നോളജി വൈസ് ഏറ്റവും എക്സ്പോഷറുള്ള കുട്ടികളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് തന്നെയാണ്. വളരെ കാർട്ടൂൺ കാണുന്ന, ഒരുപക്ഷെ വളരെ ഡിജിറ്റലായിട്ടുള്ള പിക്ചേഴ്സും ഫോളോ ചെയ്യുന്ന കുട്ടീനെ നമ്മളൊരു സ്കൂൾ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്ന് അവരെ എങ്ങനെയാണ് ഒരു ജോയ്ഫുൾ ആക്കിയിട്ട് നമുക്ക് നടത്താൻ പറ്റുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് എനി ECC പേഴ്സൺ പ്രാക്ടീഷണർ അഭിമുഖീകരിക്കുന്ന കാര്യം. ആണോ? കറക്റ്റാണോ? ഓക്കെ. അതിനോടൊപ്പം നിങ്ങളെല്ലാവരും ഇപ്പം ഫോളോ ചെയ്യുന്ന കറിക്കുലം ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാകും. ഇപ്പം നേരത്തെ സലീം സർ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, പേരൻസിന് ഭയങ്കര ഒരു ഫാസിനേഷനുണ്ട്. എന്താ പേരൻസിൻ്റെ ഫാസിനേഷൻ? വെൻ മൈ ചൈൽഡ് ടോക്സ് ഇൻ ഇംഗ്ലീഷ്, പേരൻസ് ആർ അറ്റ് ദ ക്ലൗഡ് 9. കറക്റ്റ് അല്ലേ? LKG പഠിക്കുന്ന കുട്ടി ABCD മുതൽ Z വരെ കൃത്യമായിട്ട് എഴുതണമെന്നും ഏകദേശം ഏറ്റവും നല്ല ആക്സൻറ്റോടു കൂടി ഇംഗ്ലീഷ് പറയണമെന്നും ഏറ്റവും രസകരപരമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പേരൻസിനെയാണ് നമ്മൾ ദൈനംദിനമായിട്ട് അഭിമുഖീകരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ റിയാലിറ്റി ഓൾസോ. സോ നമ്മളിപ്പം അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡിസ്കഷൻ ഇസ് വൺ തിങ്. ഭാഷാ പഠനത്തിൻ്റെ തുടക്കമെന്ന രീതിയിൽ ഹൗ ക്യാൻ യു ഇൻകൾക്കേറ്റ് the real sense of language learning in a joyful experience? നിങ്ങൾ പല സ്ട്രാറ്റജിയും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകാം. നിങ്ങൾ how many of you sing songs in your classroom to the practitioners?
പാട്ട് പാടുന്ന എത്ര പേരുണ്ട്? Regularly you sing songs and you teach children. Raise your hands. Very good, very good. When you sing songs, how many of you sing songs in English? How many of you make your own songs for your children? Good, that's the spirit. And when you make songs, what all things do you keep in mind while you make songs? എന്തിനെ പറ്റിയുള്ള പാട്ടുകളാണ് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കാറ്? Apart from the things given with the curriculum or anything, എന്തിനെ പറ്റിയിട്ടുള്ള പാട്ടുകളാണ് ഉണ്ടാക്കാറ്? What do your children really incline to? അവരുടെ ഒരു എഫിനിറ്റി എന്തിനോട് എന്നാണ് തോന്നിയിട്ടുള്ളത് ചെറിയ മക്കൾക്ക്? What is it? അതിന് ഉത്തരയില്ല. കൈപൊക്കിയ ആൾക്കാരുടെ അടുത്താണ് ചോദ്യം. My question to the people who have raised their hands. Yes. What is their inclination to? Yes. പണ്ടായിരുന്നെങ്കിൽ we were certain children loved flowers, children loved trees. പക്ഷേ ഇപ്പം നേരത്തെ one of the speakers said here, വെള്ളമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ വൈഫൈ കണക്ഷൻ ഇല്ലേ എന്ന് ചോദിക്കുന്ന യുവത്തിൽ, what are the images the child have in their mind? ഒരു ക്വസ്റ്റ്യൻ ആണ്. See, when you design a curriculum, when you design an activity to make the learning experience joyful, the need of the child, the exposure of the child, the preferences of the child, the aptitude of the child should be one important objective to make. Correct അല്ലേ? Correct അല്ലേ? പണ്ടത്തെ ആമ മുയൽ കഥയൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? See, we are so prone to the stories of our age. ഞാൻ പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ചിന്തയും വേണ്ട. യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ ഇതെല്ലാം എന്ന് പറയണം കേട്ടോ. ഓക്കെ, സി ഇറ്റ് ഈസ് വാട്ട് the difference of the age. I had an experience last week. I went for an English club inauguration in a normal government school at Vadagara. I asked the children, do you know any stories to say? The one of the little ones stood up. Yadu, I still remember his name. He came up. ഓനൊരു കഥ പറഞ്ഞു. കഥ കേട്ട് ഞാൻ ബേജാറായിപ്പോയി. ഓൻ്റെ കഥയിലെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഓൻ്റെ കഥയിലെ നായകൻ ഇസ് എ മോൺസ്റ്റർ. ഈ മോൺസ്റ്ററിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഐ ആസ്ക്ഡ്, സീ എ സ്റ്റാൻഡേർഡ് ഫോർ ചൈൽഡ്. Monstera. What is monster? You don't know monster? With big teeth, with red eyes. It bites, it scratches. And then what happened? What happened? The monster killed a man. Then what happened? The police came. Then what happened? The police took the people into a cave. Have you seen a cave? I haven't. Paksha cave. And what is in the cave? Diamonds. In the chest. I asked, what is chest? അയ്യേ നെഞ്ചല്ല, ചെസ്റ്റ്. ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു ചെസ്റ്റ് എന്ന് പറയുന്ന ഒരു പെട്ടിയുടെ വൊക്കാബുലറി ഈക്വലന്റ് ടേം ആണ് ചെസ്റ്റ് എന്ന് ആ കുട്ടി എങ്ങനെയാ പഠിച്ചേ? What you said? Cartoons. I asked, then what happened? The police came and sent 1,000 missiles. എത്ര മിസൈലാ? 1,000 missiles. Think of the creativity. Where does the monster come from? Where does the missile come from? And where does the policeman come and hunt in the cave? നമ്മൾ അഡ്രസ് ചെയ്യുന്ന കുട്ടിയുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, വിഷ്വൽ സെൻസ് ഇതാണ്. ഡു യു ഗെറ്റ് മീ? ഡു യു ഗെറ്റ് മീ? ഈ വിഷ്വൽ സെൻസ് ഉള്ള, ഈ ക്രിയേറ്റിവിറ്റി ഉള്ള, ഈ എക്സ്പോഷർ ഉള്ള കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ ജോയ്ഫുൾ ആക്കുക എന്നതാണ് any easy practitioners 1,000 billion question and challenge to face. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങളെ കുഞ്ഞി മക്കൾ വന്ന് പറയുന്ന കഥയിൽ ഇതൊക്കെ ഇല്ലേ? ഇല്ലേ? പിന്നെ നേരത്തെ സലിം സാർ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ മക്കൾ ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക? സലീം സാർ 1ാം ക്ലാസ്സിൽ പഠിച്ച കാലത്ത് ചിലപ്പോൾ ഉണ്ടാവും, എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? അതിലുണ്ട്. 40 കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പം ഒരു 20 എണ്ണമൊക്കെ അംഗീകരിച്ചത് വരും. എന്നാൽ അതിലേതെങ്കിലും ഒരുത്തനുണ്ട്, അതെങ്ങനെയാണ് ടീച്ചറെ ശരിയാവാൻ ചോദിക്കൂലേ? They are critical, man. They are critical.
അവർ ക്രിട്ടിക്കലാണ്, അവർ എക്സ്പ്രസീവാണ്, ആൻഡ് ദേ ജസ്റ്റ് ഗിവ് ഇറ്റ് ദെൻ ആൻഡ് ദേർ. നിങ്ങളെ ഇഷ്ടമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായ രൂപീകരണം ഒന്നും വേണ്ട. ഇഫ് യു ആർ എ വണ്ടർഫുൾ ഈസി പ്രാക്ടീഷണർ, നിങ്ങളുടെ ആ തല കാണുമ്പം ഇവിടെ കുട്ടികൾ ചിരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും ടീച്ചർ കൊള്ളാം. The assessment is purely done in easy classroom. When you come, when you walk, they will never groove to chair, they will live to miss. Alle? When you walk through the verandas, you find exciting happiness in their eyes, in their expressions, in their tonality. They come and hug you. അല്ലേ? ഒരു ദിവസം ലീവായി കഴിഞ്ഞാൽ പറയൂലേ? എന്നാൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് എല്ലാവരുടെ അടുത്ത് ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? So there are special teachers. There are creative teachers who really wins the hearts of each and everyone, who holds them so close. അല്ലേ? Yes. So our objective is to be exceptional easy practitioner, which every child likes, which every teacher likes, which every parents like. ഇതാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. ഇനി കാലത്തിൻ്റെ വ്യത്യാസങ്ങളും ക്യാരക്ടേഴ്സൊക്കെ മാറിയാലും ഇൻ ആ ക്ലാസ് റൂം മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് മേക്കിംഗ് ചിൽഡ്രൻ ഹ്യൂമെയിൻ. അടിസ്ഥാനപരമായി ചെറിയ മക്കളെ മനുഷ്യന്മാരാക്കുക എന്നതാണ് എനി പെഡഗോജി വാണ്ട്സ്. And if you want to make children humane, what really builds up? നിങ്ങളൊന്ന് നിങ്ങളുടെ ചെറുപ്പകാലത്തേക്ക് ആലോചിച്ച് നോക്കൂ. When you think back, you always remember the song that you sung in your Anganwadis or your first standard, അല്ലേ? കാക്കേ കൂടെ ഇവിടെ പാട്ടറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പാടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസ് വേ യു, ഇവിടെ കോഴിക്കോട് പഠിച്ച കുട്ടിയും കൊല്ലത്ത് പഠിച്ച കുട്ടിയും തൃശ്ശൂർ പഠിച്ച കുട്ടിയും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, വെദർ ഇറ്റ് ഇസ് എ ബോയ് ഓർ എ ഗേൾ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലിജൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എവറിബഡി നോസ് ദിസ്. അല്ലേ? ആമി മൊയലും പറഞ്ഞ പോലെ തന്നെയാണ്. സോ ഹൗ വെൽ ഡു യു ഡിസൈൻ സോങ്സ് ഇൻ ദ ക്ലാസ് റൂം? ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു ചിന്ത, the 30 or 20 students sitting in front of you, they are creative souls. I underline in quotes. If you have 20 or 25 children sitting in front of you, they are uniquely creative souls. അവർ വ്യത്യസ്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അവരുടെ ആർട്ടിസ്റ്റിക് കപ്പാസിറ്റീനെ എത്ര കൃത്യമായിട്ടാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? യു ക്യാൻ ടേക്ക് ദെം മൂവ് ഫോർവേഡ്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നന്നായി ചിത്രം വരയ്ക്കുന്ന കുട്ടികളില്ലേ? നന്നായി പാട്ട് പാടുന്ന കുട്ടികളില്ലേ? അത്യാവശ്യം മൂവ്മെൻറ്റ്സും ഡാൻസും ഒക്കെ ചെയ്യുന്ന കുട്ടികളില്ലേ? നിങ്ങളെ വളരെ ഭംഗിയായിട്ട് അനുകരിക്കുന്ന കുട്ടികളില്ലേ? ടീച്ചറുടെ നടത്തം, ടീച്ചറുടെ നോട്ടം, ടീച്ചറുടെ സംസാരം ഇല്ലേ? വാട്ട് ഈസ് ദ ഷോ? നിങ്ങൾ പറയുന്ന ഓരോ കാര്യവും വീട്ടിൽ പോയിട്ട് നിങ്ങൾ പറയുന്ന പോലെ പറയുന്ന കുട്ടികളില്ലേ? ഇത് കാണിക്കുന്നത് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളെയാണ്. ദ ഡിഫറെൻറ്റ് ടാലൻസ് ആൻഡ് ആർട്ടിസ്റ്റിക് ഇൻക്ലിനേഷൻ ദ ദേ ഹാവ്. അവരുടെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, അവരുടെ തിയേറ്റർ ആയിട്ടുള്ള എക്സ്പ്രഷൻ്റെ ഇൻ്റലിജൻസ്, അവരുടെ ഡാൻസിൻ്റെ അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ എക്സ്പ്രഷൻസ്. പക്ഷെ പൊതുവേ നമ്മൾ എന്താ ചെയ്യുക? ഇൻ എ ക്ലാസ് വി ടീച്ച് എ കോമൺ തിങ്. ഒരു പാട്ടാണെങ്കിൽ നമ്മളെല്ലാവരെ കൊണ്ടും പാടിക്കും, അല്ലേ? ഇനി അഥവാ പാടിയില്ലെങ്കിൽ എന്താ പറയുക? എന്താ പാടാത്തതെന്ന് ചോദിക്കും. ഡു യു അഡ്രസ് ദ യുണീക്ക് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്? ഉണ്ടോ? 30 മക്കളുണ്ടെങ്കിൽ നമ്മളൊരു കോമൺ പാട്ട് പഠിപ്പിക്കും, എല്ലാവരെ കൊണ്ടും പാടിക്കും. 30 മക്കളുണ്ടെങ്കിൽ we teach them what? We teach them the same, hello madam,
We teach them the same visual arts and they practice the same thing. ഇവിടെ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ അഡ്രസ്സ് ചെയ്യുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യു ഹാവ് പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് കപ്പാസിറ്റീസ്. ഇൻ ഫാക്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ശീലിക്കുന്ന, പഠിക്കുന്ന കുട്ടികളുണ്ടാകും. വളരെ കുറച്ച് സപ്പോർട്ടോ സ്ലോ പേസ് ആയിട്ടുള്ള ആളുകളുണ്ടാകും. ഇവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്ന വാക്ക് പോലും അപ്രായോഗികമായിട്ടുള്ള ഒരു പ്രായത്തിലാണ് നമ്മൾ ഇവരെ അഡ്രസ്സ് ചെയ്യുന്നത്. യു ആർ നോട്ട് ഗോയിങ് ടു ടീച്ച് എനിത്തിങ്. ദേ ആർ എക്സ്പീരിയൻസിങ് ആൻഡ് ദേ ആർ ലേണിങ്. They are experiencing and they are learning, and to make the experience joyful is the most important theory in front of us. And when I ask you about how do you teach songs in the classroom, എങ്ങനെയാണ് നിങ്ങൾ പാട്ടുകൾ പഠിപ്പിക്കുന്നത്? പാട്ട് പഠിപ്പിക്കുമ്പം എന്താ നിങ്ങൾ ചെയ്യാതെ? ടീച്ചർ പാട്ട് പാടും, കുട്ടികൾ ഏറ്റുപാടും, അതാണോ നിങ്ങൾ ചെയ്യൽ? യെസ്, you show actions. Actions പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ comes the actions. First, what do you do? When you teach something, first what do you do actually? ആദ്യം എന്താ ചെയ്യുക? Suppose you are teaching a song of a flower, in fact. ഒരു പൂവിനെ പറ്റി നിങ്ങൾ പാട്ട് പഠിപ്പിക്കുന്നു. എന്താ നിങ്ങൾ ചെയ്യുക? യെസ്, നിങ്ങൾ ആ പൂവ് കാണിക്കും, കുട്ടീൻ്റെ അടുത്ത് എന്താണ് പൂവ് എന്ന് ചോദിക്കും, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസോ അതിൻ്റെ അട്രിബ്യൂട്ട്സോ നിങ്ങൾ നോക്കും. ഒരു പക്ഷേ യു വിൽ ഗിവ് ദം എ ഒറിജിനൽ ഫ്ലവർ, ഒരു പക്ഷേ യു വിൽ ഗിവ് ദം എ പിക്ചർ ഓഫ് ദ ഫ്ലവർ. അത് കഴിഞ്ഞ് ഹൗ ഡു യു മൂവ് ടു എ സോങ്? ഞാൻ പ്യോർലി ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ സാധനം മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി പെഡഗോജിക് സാധനമൊന്നും ഞാൻ പറയുന്നില്ല. ഹൗ ഡു യു മൂവ് ടു എ സോങ് വെൻ യു ഡു ഇറ്റ്? ഈ നേരത്തെ പറഞ്ഞ ചാലഞ്ചസിനെ നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ, കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് അവരെ ആക്റ്റീവായിട്ട് നിർത്തണമെങ്കിൽ എന്ത് സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇസ് ദ ക്വസ്റ്റ്യൻ. ഡു യു ഡു എനിത്തിങ് ഡിഫറെൻറ്റ്? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇഫ് നോട്ട്, ഒറ്റ കാര്യം ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്ന് എന്ന് പറയുന്നത് ബേസിക്കലി പീപ്പിൾ ഹാവ് ആൻ ഇൻക്ലിനേഷൻ ടു ദ റിതം. നമുക്കെല്ലാവർക്കും ഒരു താളമില്ലേ? വെൻ യു വാക്ക് യു ഹാവ് എ റിതം, വെൻ യു ടോക്ക് യു ഹാവ് എ റിതം, right? When you move you have a rhythm. Likewise, every individual have a pure inclination to the basic rhythm pattern that they have. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യുന്നത് എന്താ? മലയാളികളാണെങ്കിലും we are inclined to certain songs in different languages. ഇല്ലേ? ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള, ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പം ഈ അടുത്ത് ട്രെൻഡി ആയിട്ടുള്ള നമ്മളുടെ ലോക്കയിലെ പാട്ട്, what was that song? Anybody remember? Kiliye kiliye na 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 na. See, ഇതൊരു ടൊണാലിറ്റിയാണ്. പക്ഷേ ഈ ടൊണാലിറ്റി, how does a Malayalam song impress people around the globe? അതിൻ്റെ ട്യൂണാണ്, അതിൻ്റെ റിതമാണ്. സോ ബേസിക് ഇൻക്ലിനേഷൻ, ആദ്യം എന്തെല്ലാം പറഞ്ഞാലും കുട്ടിക്ക് ഒരു റിതം എന്ന് പറയുന്ന ഒരു സാധനം ഒരു കളക്റ്റീവായിട്ട് കുട്ടീൻ്റെ ഇൻ്റലിജൻസിനെ കൃത്യമായിട്ടും കേറ്റർ ചെയ്യുന്ന ഒരു സാധനമാണ്. വൈ ഡു ചിൽഡ്രൻ എൻജോയ് സിംഗിങ് ടുഗെദർ? ഒരുമിച്ച് പാട്ട് പാടുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ദേ ആർ വെരി ഹാപ്പി ടു സിംഗ് സോങ്സ്. കറക്റ്റ് അല്ലേ? ഭയങ്കര സന്തോഷമില്ലേ ഈ പാട്ട് പാടുമ്പം? ആൻഡ് ഇറ്റ് ഈസ് എ വെരി ബ്രൈറ്റസ്റ്റ് ആക്ടിവിറ്റി ദറ്റ് യു ക്യാൻ ഗിവ് ഓൾസോ. ഏറ്റവും കൂടുതൽ ആഹ്ലാദം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആൻഡ് ഡു യു ഫൈൻഡ് പീപ്പിൾ സ്റ്റാൻഡിങ് വെരി സ്റ്റാറ്റിക് ആൻഡ് സിംഗിങ്? ഇങ്ങനെ അറ്റൻഷനിലൊക്കെ നിന്നിട്ടാണോ മക്കൾ പാടുക? When they sing, they enjoy. Am I right? What do they enjoy in it? They enjoy the rhythm, they enjoy the theme, they enjoy the performance. അതിനോടൊപ്പം തന്നെ അവർ എൻജോയ് ചെയ്യുന്നത് they are being together with their companions. അല്ലേ? അല്ലേ? And more than imitation, they try to give their expressions. കറക്റ്റ് അല്ലേ? നിങ്ങളിപ്പോൾ നേരത്തെ എൻ്റെ അടുത്ത് ആക്ഷൻസ് പറഞ്ഞു. ഒരു പാട്ട് ടീച്ചർ പാടുകയാണെങ്കിലും കുട്ടി ഏറ്റുപാടുകയാണെങ്കിലും ടീച്ചർ ആക്ഷൻ കൊടുക്കുകയാണോ അതോ കുട്ടി അത് എന്താണെന്ന് ഇങ്ങോട്ട് പറയുകയാണോ വേണ്ടേ? വാട്ട് ഡു യു യൂഷ്വലി ഡു? വാട്ട് ഡു യു യൂഷ്വലി ഡു? എന്താ നിങ്ങൾ സാധാരണ ചെയ്യാറ്? യെസ്, യെസ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, വാട്ട് ഐ ഫൗണ്ട് ഇസ് the teacher gives actions
ആൻഡ് ദ ചൈൽഡ് ഇമിറ്റേറ്റ്സ്. ഇതൊന്ന് നേരെ തിരിച്ചു നോക്കിക്കൂടെ? കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കുന്ന മലയാളം പാട്ടാണ്, കുട്ടിക്ക് ഭാഷ അറിയാം, കുട്ടിയുടെ പരിചയ തലത്തിലല്ലാത്ത ഒരു സാധനവും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ഇഫ് ദ ടീച്ചർ സിങ് സംതിങ്, വൈ ഡോണ്ട് യു ആസ്ക് ദ ചൈൽഡ് ടു ഇൻപുട്ട് ദിയർ ക്രിയേറ്റിവിറ്റി ആൻഡ് കം ടു എക്സ്പ്രഷൻ ഓഫ് ദം? ഞാനൊരു കാര്യം ഇങ്ങനെ പാടി പഠിപ്പിച്ച് കൈ അങ്ങോട്ട് നോക്കൂ കണ്ണിങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് എൻ്റെ റിഫ്ലക്ഷൻസോ എൻ്റെ ഫോട്ടോ കോപ്പീസോ ഉണ്ടാക്കുന്നതിന് പകരം എവിടെയാണ് ജെനുവൻലി കുട്ടി എന്ന് പറയുന്ന ഒരാളെ നമ്മളെ ക്ലാസ് മുറിയിൽ അഡ്രസ്സ് ചെയ്യുന്നത്? ഇത് ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ഡു യു അലൗ ചിൽഡ്രൻ ടു അഡ്രസ് the real artist in them, the real creative person in them, the real performer in them? അവരുടെ ഒരു കാര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? അത്തരം രീതിയിൽ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഈ പാട്ട് ഉദാഹരണം പറഞ്ഞത് ഇറ്റ് ഇസ് കോമൺ പ്രാക്ടീസ് ടു എംപ്ലോയ് ഇറ്റ് എനിവെയർ. അങ്ങനെയാവുമ്പോൾ അത് ചെയ്യുന്നുണ്ടോ? ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ ഹൗ കം ദേ കം അപ്പ് വിത്ത് ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ്? ചിന്തിച്ചിട്ടുണ്ടോ? ഹൗ മെനി ഓഫ് യു ഫോളോ ഇംഗ്ലീഷ് കറിക്കുലം ഫോർ ദ ട്രാൻസാക്ഷൻ? എത്ര പേരാണ് ഇംഗ്ലീഷ് കറിക്കുലം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടോ? ഇംഗ്ലീഷ് കറിക്കുലം, ഇംഗ്ലീഷ് ബുക്സ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടോ ഈ കൂട്ടത്തിൽ? എ ഫ്യൂ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ വളരെ പാരലലായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാവേണ്ടതായിട്ടുള്ളൊരു അടിസ്ഥാനം. വൺ ഇസ് ഭാഷാ പഠനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മദർ ടങ് ഇൻസ്ട്രക്ഷൻ. അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാതെ നമ്മൾക്ക് കുട്ടികളുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള എക്സ്പ്രഷൻസിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടീനെ സംബന്ധിച്ചോളം കുട്ടിക്ക് പരിചിതമായിട്ടുള്ളൊരു തലം എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രാദേശിക ഭാഷയാണ്. ദ ലാംഗ്വേജ് ദാറ്റ് ദ ചൈൽഡ് ഇസ് എക്സ്പീരിയൻസിങ് ഫ്രം ദിയർ ഹോം. ആ ഭാഷയിൽ അടിസ്ഥാനത്തിൽ ഐ വാസ് വെരി ഹാപ്പി ടു സീ ദ മെറ്റീരിയൽ പബ്ലിഷ്ഡ് ബൈ പാപ്പലോൺ ടുഡേ. മലയാളത്തിലുള്ള ഒരു ടെക്സ്റ്റിൻ്റെ, ഒരു ക്രിയേറ്റീവ് ടെക്സ്റ്റിൻ്റെ ഒരു സാധനമാണ് ഇപ്പം ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടിയുടെ അനുഭവ തലത്തിലേക്ക് വരുന്ന ഒരു സാധനത്തിന് ഏറ്റവും കൂടുതൽ കുട്ടിക്ക് ഹൃദ്യമാവുന്നത് അവരുടെ ഭാഷയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെയാണ്. ഇനി ഭാഷയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നിങ്ങൾ പറഞ്ഞ കൺസേൺ ഉണ്ട് അല്ലേ? ആളുകൾക്ക്, രക്ഷിതാക്കൾക്ക് അക്ഷരങ്ങൾ വേഗം പഠിക്കണം, രക്ഷിതാക്കൾക്ക് ഈ വാക്കുകൾ എഴുതി പഠിക്കണം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന ഒരു രക്ഷിതാവിനെ എങ്ങനെയാണ് നമ്മളിത് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഇഫ് അറ്റ് ഓൾ ഈ കാര്യങ്ങൾ ഇപ്പം മാതൃഭാഷ എന്ന് പറയുന്ന ഈ കാര്യത്തിൻ്റെ ഇൻപുട്സ് നമ്മൾ കൊടുക്കുമ്പം എന്ത് വെറൈറ്റി ഓഫ് എക്സ്പ്രഷൻസ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത് എന്നതാണ് ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനത്തിൻ്റെ കൂടെ വരുന്നത്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്, നിങ്ങൾ പാട്ട് പഠിപ്പിക്കുമ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വെൻ യു ആർ അബൌട്ട് ടു ടീച്ച് സോങ്സ്, ഫസ്റ്റ് യു ടീച്ച് ദ റിതം ഓഫ് ദ സോങ്. ടു സേ ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ പാട്ടാണെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു ട്യൂണൊക്കെ ഒരു 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 വളരെ ലൈറ്റായിട്ടുള്ള ഒരു റിതത്തിൽ, ഒരു താളത്തിൽ ഈ കാര്യങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് കുട്ടീൻ്റെ ആ പാട്ടിലേക്ക് വരാനുള്ള ഒരു ഇൻക്ലിനേഷൻ കൂട്ടും. ആൻഡ് ഹൗ ടു യു റിസൈറ്റ് ഓർ ഹൗ ടു യു നെറേറ്റ് സ്റ്റോറീസ് ഇൻ ദ ക്ലാസ് റൂം? എങ്ങനെയാണ് നിങ്ങൾ കഥ പറയാറ്? കഥ പറയാറുണ്ടോ? ഇപ്പം കേരളത്തിൽ ഇപ്പം 1ാം ക്ലാസ് മുതൽ ഏറ്റവും ഒരു ജനറൽ എഡ്യൂക്കേഷനിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന ഒരു സംയുക്ത ഡയറി ഉണ്ട്. അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? സംയുക്ത ഡയറി ഉണ്ട്. ഈ സംയുക്ത ഡയറി ഈസ് വെരി സിമ്പിൾ. 1ാം ക്ലാസ്സിലാണ് കുട്ടികൾ എന്ത് പഠിക്കുന്നത്? അക്ഷരങ്ങൾ പഠിക്കുന്നത്. ഈ സംയുക്ത ഡയറിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കുട്ടീനോട് പറയുന്നത്, കുട്ടി അന്ന് ആ ദിവസം എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനങ്ങൾ രക്ഷിതാക്കളുടെ ഇഷ്ടത്തോട് അല്ലെങ്കിൽ സഹായത്തോടു കൂടി കുട്ടി അത് ഡയറിയിൽ എഴുതുകയാണ്. സ്വാഭാവികമായിട്ടും കുട്ടി ഡയറിയിൽ എഴുതുമ്പം എല്ലാ അക്ഷരങ്ങളും കുട്ടിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിനെന്ത് ചെയ്യുന്നു? രക്ഷിതാവ് സപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതോടൊപ്പം അന്ന് കുട്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ജേർണിയിലുള്ള ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനും കൂടി കുട്ടി അവിടെ വെക്കുക. ഓക്കെ. ആൻഡ് ഇപ്പം കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പഠനം തെളിയിക്കുന്നത് തന്നെ ഈ സംയുക്ത ഡയറി എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഭാഷാ എക്സ്പ്രഷൻസിനും അതേപോലെ തന്നെ ചിന്തകൾക്കും ഒക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര രചനകൾ, കുട്ടിയെഴുത്തുകൾ ഉണ്ടാകുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ
ഏറ്റവും അത് ഇമോട്ടീവ് എലിമെൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് കുട്ടി ഈ സംയുക്ത ഡയറി എഴുതാൻ താല്പര്യം കാണിക്കുന്നത്? വാട്ട് ഇസ് ഇറ്റ്? എന്താണ് അതിൻ്റെ മാറ്റർ? ഒന്ന് എന്ന് പറയുന്നത്, കുട്ടി ഏതോ ആളുകളുടെ കഥയോ കുട്ടിയുടെ ഏതോ ആളുടെ എക്സ്പീരിയൻസ് അല്ല. കുട്ടി എഴുതുന്നത് എന്താണ്? കുട്ടി അവരുടെ ജീവിതത്തിൽ അന്നത്തെ ഒരു ദിവസം പോയിട്ടുള്ളതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടിയുടെ എഴുതുന്നത്. മാത്രമല്ല, അതൊരു ഇൻഡിപെൻഡൻ്റ് ആക്ടിവിറ്റിയും അല്ല. കുട്ടി അത് ചെയ്യുന്നത് ആരോടൊപ്പമാണ്? കുട്ടിയുടെ പാരൻസിനോടൊപ്പമാണ്. പിറ്റേ ദിവസം കുട്ടി ഇത് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പം അവിടെ ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ചർ ഇത് നോക്കുന്നു, കുട്ടിയുടെ എക്സ്പീരിയൻസ് മറ്റാളുകളെടുത്ത് ഷെയർ ചെയ്യുന്നു. അപ്പം എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളുടെ ക്ലാസ് മുറിയിൽ നടക്കേണ്ടത്. കുട്ടിയുടെ എക്സ്പീരിയൻസ് കുട്ടിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് കൃത്യമായിട്ടും കുട്ടിയുടെ വീട്ടിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ആ വീട്ടിൽ എക്സ്പ്രസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് കുട്ടി അത് ഷെയർ ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു? അതിന് കോംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നു. കുട്ടീനെ കൃത്യമായിട്ടും ചെറുതോ വലുതുമായിട്ടുള്ള കാര്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കുട്ടീനെ കോംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും കൂടി എത്തിക്കുന്നു. നൗ കമ്മിങ് ടു സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദ ക്ലാസ് റൂം. ഏറ്റവും പ്രധാനത്തോട് കൂടിയിട്ടാണ് നമ്മളിതിനെ ഫേസ് ചെയ്യേണ്ടത്. ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പം രണ്ട് രീതിയിൽ ഇതിൻ്റെ ആസ്പെക്ട്സിനെ നമ്മൾ കാണുന്നു. ഒന്ന്, ടീച്ചർ എത്രത്തോളമാണോ ഒരു പെർഫോമർ ആവുന്നത് അത്രത്തോളം എന്താവുന്നു? കുട്ടിയിലേക്ക് എത്തുന്നു. ഇപ്പം നേരത്തെ ആനയുടെ കഥ ഇവിടെ പറഞ്ഞു അല്ലേ? ആനയുടെ കഥ പറഞ്ഞു. എന്താണ്? കുട്ടിക്കിപ്പോൾ ആന എന്ന് പറയുന്നതിൻ്റെ ഒരു പിക്ചർ തരുമ്പോൾ അതിന് 5 കാല് ഉണ്ട് എന്ന് പറയുന്ന ആന ടീച്ചർ 4 കാലാണെന്ന് പറയുമ്പോഴാണ് കുട്ടി കൺവിൻസ്ഡ് ആവുന്നത്. പക്ഷേ ഈ കഥ പറയുമ്പോൾ തന്നെ എത്ര ക്രിയേറ്റീവായിട്ട് നമുക്ക് കഥ പറയാൻ പറ്റും. ടു സേ ഫോർ എക്സാമ്പിൾ, ഒരു ആന എന്ന് പറയുന്ന കഥാപാത്രത്തെ പറയുമ്പോൾ ടീച്ചർ അതിനോട് അകമ്പടിയായിട്ട് ആനയുടെ ഒരു മൂവ്മെൻറ്റും കൂടി ഒന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താ? എങ്ങനെയാ? തന്താനേ താനത്തന്തന്താ, തന്താനേ താനത്തന്തന്താ. ഈ ഒരു കാര്യം ടീച്ചർ കഥയുടെ ഭാഗമായിട്ട് ഒരു ആന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വരുമ്പം കുട്ടിക്ക് ഉണ്ടാവുന്നൊരു ഫണ്ട് എന്താ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്നെ ചെയ്താൽ മതി. ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യുക? Does it go with the movement of the elephant? എലിഫൻറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോവോ? ഈ സാധനം പോവോ? പറയൂ, ഇല്ലെങ്കിൽ പറയും, നമുക്ക് മാറ്റാം. ആനേൻ്റെ നടത്തത്തിൻ്റെ ഋതത്തിന് ഇത് പോവോ? യെസ് ഓ നോ? ഹലോ. സോ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്നിട്ടൊന്ന് പോയി നോക്കൂ. തന്താനേ താനത്തന്തന്താ, തന്താനേ താനത്തന്തന്താ. സി, ടീച്ചർ വെറുതെ കഥ പറയുന്നതും ടീച്ചർ ഇത്തരം ചെറിയ ഒരു മ്യൂസിക്കാലിറ്റി ടോണിൽ, ഇതിപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇരുന്നോട്ടെ വിചാരിച്ചത്. ഇഫ് ദിസ് ഹാപ്പൻസ് ഇൻ ദ ക്ലാസ് റൂം, പിന്നെ ടീച്ചർ എങ്ങനെയാ പറയുക? എന്താ ചോദിക്കുക? ആനയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെയാ ആന നടക്കുക? നേരത്തെ 5 കാലിൻ്റെ പ്രശ്നമാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. എങ്ങനെയാ ആന നടക്കുക? ആന 4 കാലിൽ നടക്കും. പിന്നെ എന്തുണ്ട് ആനക്ക്? തുമ്പിക്കൈ ഉണ്ട്. അപ്പം ശരിക്കും ആനക്ക് എത്ര കാലുണ്ട്? 4 കാലുമുണ്ട്, ഒരു തുമ്പിക്കൈയുണ്ട്. ഈ 4 കാലും തുമ്പിക്കൈയും വെച്ചിട്ട് ആന എങ്ങനെയാണ് നടക്കുക? ആന cannot move very fast like the dog or the cat. പറ്റില്ല അല്ലേ? ആനേൻ്റെതായിട്ടുള്ളൊരു ബേസിക് ഋതമുണ്ട്. അങ്ങനെയെങ്കിൽ when I sing എല്ലാവരും ഒന്ന് നടക്കുക, ആനെ പോലെ നടക്കുമ്പോൾ കുട്ടികൾ എങ്ങനെ നടക്കും? just see. തന്താനേ താനത്തന്തന്താ, തന്താനേ താനത്തന്തന്താ. ready? see? So the teacher is telling a story, children are getting the story. അതോടൊപ്പം എന്താണ്? അവർ കൃത്യമായിട്ട് ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാവാണ്. ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈസി ക്ലാസ് റൂമിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം അല്ലേ? ഇനി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ചില പരിപാടികൾക്കൊക്കെ നമ്മൾ കുട്ടികളെ എന്താ പറയുക, സോങ്സിന് പെർഫോമൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. വേണ്ടേ? ഇപ്പം ഒരു തീം നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കുടുംബം എന്ന് പറഞ്ഞ തീം പഠിപ്പിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ ചില പെർഫോമൻസിലേക്കൊക്കെ ചെറിയ സാധനത്തിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കാര്യത്തിൽ ഇപ്പോൾ തിയേറ്റർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ചില കാര്യത്തിൽ അനുകരണമാണെങ്കിലും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അനുകരിക്കുന്ന ആകുമ്പം എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഓർഗനൈസ് ചെയ്യുക? ഇപ്പം അച്ഛൻ, അമ്മ, കുട്ടി ഇത്തരം രീതിയിലൊരു തീം വെച്ചിട്ട് കുട്ടികളെ ചെറിയ നാടകീകരണങ്ങൾ, ചെറിയ അങ്ങനത്തെ വലിയ വിപുലമായിട്ടുള്ള സാധനമൊന്നുമല്ല, ചെറിയ പെർഫോമൻസിലേക്ക് പോകുമ്പം എങ്ങനെയാണ് നിങ്ങൾ അവരെ ഡിസൈൻ ചെയ്യുക? സാധാരണഗതിയിൽ നടക്കുന്ന കാര്യം ഞാൻ പറയട്ടെ. ടീച്ചർ പോകും, ഒരു 4-5 കുട്ടികളെ ഇങ്ങനെ വിളിക്കും. കുറച്ച് ഉയരമുള്ള ഒരു കുട്ടി അച്ഛൻ അല്ലേ, മറ്റേ കുട്ടി അമ്മ, കുറച്ച് നീളം കുറഞ്ഞ കുട്ടി കുട്ടി. നീ അച്ഛനാണ്, നീ അമ്മയാണ്, നീ കുട്ടിയാണ് അല്ലേ? നിങ്ങളൊരു കുടുംബം. ഇനി ടീച്ചർ 2 ഡയലോഗ് പറയും. മൂത്ത കുട്ടി ഇങ്ങനെ നിന്ന് ഡയലോഗ് പറയും, മറ്റേ കുട്ടി ഇങ്ങനെ നിന്ന് ഡയലോഗ് പറയും. കുട്ടി കുട്ടിയായിട്ട് നിൽക്കും അല്ലേ? അല്ലേ? സി, ഇവിടെയാണ് എക്സ്പ്രഷൻസ് മാറേണ്ടത്. ഇപ്പം നമ്മൾ ഒരു ഇൻക്ലൂസീവായിട്ടുള്ളൊരു ക്ലാസ് മുറിയിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ളൊരു ആക്ടിവിറ്റി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അവിടെ അപ്പം കുട്ടിക്കൊരു പ്ലേസ് ഉണ്ടാവണം, കുട്ടിക്കൊരു പ്ലേസ് ഉണ്ടാവണം. കുട്ടിയുടെ മനസ്സിലൊരു അച്ഛനുണ്ട് ഇല്ലേ? വാട്ട് എവർ ക്യാരക്ടർ ഇറ്റ് ഇസ്, ഹൗ ഡസ് ഇറ്റ് ഗോ? ഇനി ഫർഗെറ്റ് അബൌട്ട് വാട്ട് ഹ്യൂമൻ ബീയിങ്സ്, വെൻ ഇറ്റ് കം ടു ആനിമൽസ് കുട്ടിക്ക് എക്സ്പ്രഷൻ ഉണ്ടാവില്ലേ? അതാ ഞാൻ പറഞ്ഞത്. When you design artistic activities in the classroom, address their expressions first. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ മോൺസ്റ്ററിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോലത്തെ ആൾക്കാരുണ്ടാകും. അവരുടെ മനസ്സിലുള്ള വിഷ്വൽസ് ഉണ്ടാകും. ഈ വിഷ്വൽസ് എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ചാൽ മാത്രമേ ആക്ടിവിറ്റി എന്താവുള്ളൂ, കുട്ടിക്ക് സന്തോഷകരമാവുള്ളൂ. മറ്റേത് ആർക്കാ സന്തോഷം കിട്ടുന്നത്? ആർക്കാ സന്തോഷം? ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾ നേരെ നിന്നിട്ടുണ്ട് അല്ലേ? ഇപ്പം കയ്യിൽ ഇങ്ങനെ അടിച്ചു, പിന്നത്തെ കൈക്ക് ഇങ്ങനെ അടിച്ചു, പിന്നെ കൈ പൊക്കാൻ പറയുമ്പോൾ കൈ പൊക്കി. വി ആർ നോട്ട് ഗോയിങ് ടു മേക്ക് മെക്കാനിക്കൽ കോക്സ്. നോക്കൂ, ഒരു പിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന മെക്കാനിക്കൽ കോക്സിനെയല്ല നമ്മളെ ക്ലാസ് മുറിയിൽ ഉണ്ടാക്കുന്നത്. വി ആർ അഡ്രസ്സിങ് ജെന്യുവൻ ക്രിയേറ്റീവ് സോൾസ്. അവർക്ക് അവരുടെ മനസ്സുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തയുണ്ട്. ഇനി ചെറിയ മക്കളാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട് ഇല്ലേ? ഇല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. ഓക്കെ ഓക്കെ അമ്മക്ക് എപ്പോഴും സാരി ഉടുക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എന്താ ചുരിദാർ ഇട്ടാലും സ്വാഭാവികമായിട്ടും തോന്നൂലേ? തോന്നൂലേ? അച്ഛൻ മുണ്ടെടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അച്ഛന് പാൻറ് ഇട്ടാലും തോന്നുന്ന കുട്ടികളുണ്ടാകും. സോ എങ്ങനെ ചെയ്യുകയാണെങ്കിലും കുട്ടീനെ കൺസിഡർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രമേ എന്തുള്ളൂ, കുട്ടിയുടെ പൊസിഷനിങ്ങും അത് ജോയ്ഫുൾ എന്ന രീതിയിലേക്കുള്ള ഒരു എക്സ്പ്രഷൻ എന്ന രീതിയിലേക്ക് വരുള്ളൂ. ഇനി ഈ എന്ത് തരം കഥകളാണ് ക്ലാസ് മുറിയിൽ പറയാറ്? ഞാനിപ്പോൾ നിങ്ങളെ സിലബസോ കാര്യങ്ങളോ ഒന്നും തോടുന്നില്ലേ, ബിക്കോസ് യു ആർ ഫോളോയിങ് ഡൈവേഴ്സ് ടെക്സ്റ്റ് ബുക്ക്, ഡൈവേഴ്സ് ടീംസ് ഒന്നുമില്ല. നിങ്ങൾ പറയുന്ന കഥകളുടെ പൊളിറ്റിക്സ് എന്താണ്? എന്ത് കഥയാണ് നിങ്ങൾ പറയാറ്? കഥകൾ പറയുമ്പം പലപ്പോഴും ഉണ്ടാവുന്നൊരു കാര്യം, വെൻ യു ഡിസ്ക്രൈബ് എ ചൈൽഡ്, അതിപ്പോൾ വായിക്കാൻ കൊടുക്കുന്ന കഥയാവട്ടെ, പറയാൻ കൊടുക്കുന്ന കഥയ്ക്ക് 2ാം ക്ലാസ് വരെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം കൂടി ഇൻക്ലൂസീവായിട്ട് സംസാരിക്കുന്നത്. വായിക്കാൻ കൊടുക്കട്ടെ, പറയാനാവട്ടെ, കഥകൾ പറയുമ്പം എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്ന കഥകളുണ്ടോ? നമ്മളെ ഏറ്റവും വലിയ പ്രയാസം, പ്രത്യേകിച്ച് വായനേൻ്റെ ബാലസാഹിത്യത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് കഥകളിലെ കുട്ടികളുടെ വർണ്ണം, കഥകളിലെ കുട്ടികളുടെ ചിത്രീകരണങ്ങളൊക്കെ വളരെ വ്യത്യാസമാണ്. ട്വൈസ് റിമൂവ്ഡ് ഫ്രം വ്യക്തി ജീവിതമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു കുട്ടീനെ നമ്മൾ കഥയിൽ ഡിസ്ക്രൈബ് ചെയ്യുമ്പം ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നൊരു ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പോൾ ഒന്നുമല്ല, ഇപ്പം നമ്മൾ ഭയങ്കര, ഇപ്പം ഞാൻ കാണാറുണ്ട്, ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ഈ ഫെയറി ടെയിൽസ്, സിൻഡ്രലേൻ്റെ കഥയൊക്കെ വായിക്കും അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ കോമൺ ആയിട്ട് വായിക്കുന്നോ അല്ലെങ്കിൽ പിക്ചേഴ്സോ സാധനങ്ങളൊക്കെ എന്താ? ചെറിയ സിൻഡ്രല്ല, അതേപോലെ തന്നെ വളരെ കോമൺ ആയിട്ട്, അതിപ്പം മലയാളികളാണെങ്കിലും വായിക്കാൻ കൊടുക്കുന്ന പുസ്തകങ്ങൾ കൂടുതൽ മേടിച്ചു കൊടുക്കുന്ന അങ്ങനെയാണ് അല്ലേ? എൻ്റെ ചുറ്റുവട്ടത്തുള്ള എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ഫെയറി ടെയിൽസിനോടൊക്കെ ഭയങ്കര ആമുഖ്യമുണ്ട്. ഈ ഫെയറി ടെയിൽസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? അതിലേതെങ്കിലും കഥാപാത്രങ്ങൾ എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയുള്ളതാണോ? ആണോ? സി, ദേ ആർ പീപ്പിൾ ഫ്രം എ വെരി ഡൈവേഴ്സ് സെറ്റപ്പിൽ നിൽക്കുന്ന ആളുകളാണ്.
നമ്മളുടേതായിട്ടുള്ള ഒരു ടൊണാലിറ്റി, ഒരു കോംപ്ലക്ഷൻ ടൊണാലിറ്റി ഒന്നുമില്ല. എവിടെയാണ് യഥാർത്ഥത്തിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തുടങ്ങുന്നതെന്നറിയോ? വേറെ എവിടെയല്ല, നമ്മൾ ECC ക്ലാസ് മുറിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? വേറെ എവിടെയുമല്ല. എനക്കെന്തോ കുഴപ്പമുണ്ടോ എന്ന് മറ്റേ സിനിമയിൽ ചോദിച്ച പോലെ കുട്ടികൾ വിൽ ട്രൈ ടു ജഡ്ജ് ദെംസെൽസ് കമ്പാരിങ് ടു അതേഴ്സ്. അതൊരു പക്ഷേ ആളുകളുടെ അപ്പിയറൻസ് ആയിരിക്കാം, അതൊരു പക്ഷേ ആളുകളുടെ പെർഫോമൻസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യവൽക്കരണം തുടങ്ങേണ്ടത് നമ്മളുടെ ECC ക്ലാസ് മുറിയിൽ നിന്നാണ്. ആൻഡ് വാട്ട് ഡു യു കോൾ ബൈ ബീങ് ഡെമോക്രറ്റിക്? Being democratic is none other than treating everyone with equal respect. ആ രീതിയിലായിരിക്കണം നമ്മുടെ ക്ലാസ് മുറിയുടെ അഡ്മിനിസ്ട്രേഷൻ പോകേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആക്ടിവിറ്റി ഡിസൈൻ പോകേണ്ടത്. അറ്റ് ദ സെയിം ടൈം ആക്ടിവിറ്റിയിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പിക്കേണ്ടത്. നമ്മളുടെ ക്ലാസ്സിൽ ഒരു 20 കുട്ടികളുണ്ടെങ്കിൽ they might be bright singers, they might be people who have strong inclination to visual arts, തിയേറ്റർ, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളൊരു ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുമ്പം എങ്ങനെയാണ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിപ്പിക്കാൻ പറ്റുക എന്നതാണ് നമ്മളുടെ പരമപ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഗെറ്റിംഗ് ദം എൻഗേജ്ഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ഡിസൈൻഡ്. അതിൽ എപ്പോഴും ഒരു ടീം ഓഫ് കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കുകയല്ല, കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് കുട്ടികളുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഇവരുടെ ഇനേറ്റായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും എക്സ്പ്രഷൻസും ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ആർക്ക് സന്തോഷം ഉണ്ടാവൂ? ആർക്ക് സന്തോഷം ഉണ്ടാവൂ? അത് കുട്ടികളെന്ന് പറയുന്നത് 20 കുട്ടികളോ 10 കുട്ടികളോ ഉണ്ടെങ്കിൽ മൊത്തം 10 കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പണിയെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പം അത്യാവശ്യം എന്താ പറയുക ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. ഒരച്ഛനമ്മക്കും സന്തോഷം ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആക്ടിവിറ്റി ഡിസൈനിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം ഇതാണ്. ഇനി നിങ്ങളെ കുട്ടികളൊക്കെ ചിത്രം വരയ്ക്കൂലേ? ചിത്രം വരയ്ക്കൂലേ? വരയ്ക്കും. ഒരു മേഘത്തിന് പച്ച ചായം കൊടുത്ത കുട്ടീനോട് ടീച്ചർ എന്താ പറയുക? മേഘം, ആകാശത്തെ മേഘേ. മേഘം കുട്ടി വരച്ചു, അതിന് പച്ച ചായം കൊടുത്തു കുട്ടി. ടീച്ചർ എന്താ പറയുക? വളരെ മോശമായിപ്പോയി. എന്താ പറയുക? ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ജനുവലി ഒന്നും മിണ്ടൂല. നന്നായിട്ടുണ്ട് എന്ന് പറയും. മേഘം നല്ല ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെന്ത് പറയും? നീ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഐഷ്, നല്ല ചോദ്യം. പിന്നെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 1, നീ എവിടെയെങ്കിലും ഇങ്ങനത്തെ മേഘത്തെ കണ്ടിട്ടുണ്ടോ? പിന്നെന്ത് ചോദിക്കും? നന്നായിട്ടുണ്ട്, യു കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ചോദിക്കും. പിന്നെന്ത് ചോദിക്കും? എന്താ പച്ച കളറ് കൊടുത്തതെന്ന് ചോദിക്കും. പിന്നെ അപ്പം ആ റീസൺ കേട്ടാൽ നിങ്ങൾ ഹാപ്പി? യു സ്റ്റോപ്പ് ദേ? നോ. ദെൻ ഓക്കെ, ഒരു എക്സ്പോഷർ കൊടുക്കും. ഓക്കെ. ഇനി ഇതിന് ഏറ്റവും ഒരു സങ്കടം എന്താണെന്നറിയാം? നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഏറ്റവും നന്നായി ചിത്രം വരച്ചിരുന്ന മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മളെ കഷ്ടകാലത്ത് നമ്മൾ പോയി വരച്ചത് മിക്കവാറും നമ്മളെ വീട്ടിൻ്റെ മതിലിൻ്റെ മേലെയാണ്. ആദ്യത്തെ ഒരു വരയിൽ കിട്ടിയ ശകാരം കൊണ്ട് എത്രയോ ചിത്രകാരന്മാർ അന്നേ എന്തായി? ഈ പണി നിർത്തി. ആ ശകാരത്തിൻ്റെ ആഘാതം കൊണ്ട് തന്നെ പിന്നെ ജീവിതത്തിൽ ഒരു നേർവര പോലും വരയ്ക്കാൻ പറ്റാത്ത കോൺഫിഡൻസിലേക്ക് എത്തുകയും ചെയ്തു. കറക്റ്റല്ലേ? സോ ഓഫ് കോഴ്സ് നിങ്ങളുടെ ക്ലാസ് മുറിയിലാകട്ടെ കുട്ടികളുടെ ഒരു ഫ്രീ എക്സ്പ്രഷൻ്റെ സ്പേസുകൾ എന്തായാലും ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് എനിക്കിവിടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. കുട്ടിയുടെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈൽഡ് ആർട്ടാണ്. അവിടെ പ്രിസിഷൻ ഇല്ല. അത് കുട്ടിയുടെ ഫാൻസി, കുട്ടിയുടെ ചിന്ത, കുട്ടിയുടെ ഇമാജിനേഷൻ. കുട്ടി ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം പോലും കുട്ടി ഇപ്പോൾ കണ്ട മേഘത്തെ വരയ്ക്കാനൊന്നല്ല കുട്ടി മെനക്കെട്ടത്. കുട്ടിയുടെ മനസ്സിൽ ഒരു പച്ച മേഘം ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നാകും എന്നൊരു തോന്നലാണ് കുട്ടിക്ക് അത് ചെയ്തത്. ഒരു പക്ഷേ ഒരു പൂ വരയ്ക്കാൻ പറഞ്ഞാൽ അത് മൊത്തം കറുത്ത പെയിൻ്റ് അടിച്ച ഉണ്ടാവൂലേ? അപ്പം അതിനടുത്ത് പോയിട്ട് അത് ആ കുട്ടിയുടെ ഫാൻസിയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുമ്പം അതിനെ എത്ര ജെൻറ്റിലായിട്ട് ആ കുട്ടീനെ ചേർത്ത് പിടിച്ചുകൊണ്ട്
അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ മാത്രമേ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി എക്സ്പ്രഷൻസിലേക്ക് വരുള്ളൂ. ഇഫ് നോട്ട്, ഇപ്പം നേരത്തെ പോലെ നീ ഇതേപോലത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയാണോ വരയ്ക്കുക, ഇതിൻ്റെ ആകൃതി ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് ആർ നോട്ട് പ്രോംപ്റ്റേഴ്സ് ടു റിയലി ഗിവ് ആൻ എക്സാമ്പിൾ ആൻഡ് മേക്ക് ദം ഇമിറ്റേറ്റ് തിങ്സ്. ഞാൻ പറയുന്നത് ഡു ഐ കമ്മ്യൂണിക്കേറ്റ്? ഇപ്പോൾ ഒരു പൂ വരയ്ക്കുക എന്ന് വെച്ചാൽ കുട്ടി സ്വതന്ത്രമായിട്ട് കുട്ടിക്ക് ഇഷ്ടമുള്ള പൂ വരച്ചോട്ടെ, കുട്ടിക്ക് ഇഷ്ടമുള്ള നിറം കൊടുത്തോട്ടെ. പൂവിൻ്റെ ആകൃതി ഇപ്പം താഴെ നിന്ന് ഇങ്ങനെ വീതിയിൽ തുടങ്ങണമെന്നും മേലേക്ക് പോകുമ്പോൾ അത് കൂർപ്പിച്ചിട്ട് പിന്നെയും വരണമെന്ന് പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്യാനോ പഠിപ്പിക്കാനോ ഇമിറ്റേറ്റ് ചെയ്യാനോ നമ്മൾ മെനക്കെടണ്ട. വളരെ പച്ച മലയാളത്തിൽ പറയാൻ വെച്ചാൽ പഠിപ്പിച്ചിടങ്ങാറാക്കരുത്. യു ആർ നോട്ട് ടു ടീച്ച് ദം ആൻഡ് ഗെറ്റ് ദം വാട്ട്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആളുകളെ ആക്കുക എന്ന് പറയുന്ന ഒരു തോട്ടിൽ നിന്ന് ഒന്ന് അവരുടെ ക്രിയേറ്റിവിറ്റീനെ അഡ്രസ്സ് ചെയ്യുന്ന, അവരുടെ ജെനുവിറ്റീനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ സാധനത്തിനൊന്ന് മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഈ ജോയ്ഫുൾ എക്സ്പീരിയൻസ് നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം നമുക്ക് വീട്ടിൽ പോകുമ്പോൾ തോന്നും, ഞാനിങ്ങനെ പൂ വരയ്ക്കാനൊക്കെ പഠിപ്പിച്ച് എല്ലാവരും പൂ വരച്ച്, എല്ലാവരുടെ പൂവിൻ്റെയും നടുക്ക് എന്താണ് മഞ്ഞയാണ്, എല്ലാവരുടെ പൂവിൻ്റെ ഇതളെന്താണ് ചുവപ്പാണ്, മോശമല്ല ഞാനൊരു വലിയ പണിയെടുത്ത് എന്ന സന്തോഷം നമുക്കേ ഉണ്ടാവുള്ളൂ. പൂ വരച്ച കുട്ടിക്ക് ഉണ്ടാവില്ല, ഇനി ഇത് കുട്ടി കൊണ്ടുപോയി കാണിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. ഇനി ഈ പൂ എന്ന് പറയുന്ന സാധനം തന്നെ കുട്ടികളുടെ സങ്കല്പം വ്യത്യസ്തമായിരിക്കും അല്ലേ? ഇഷ്ടപ്പെട്ട പൂവ് പലതായിരിക്കില്ലേ? ടീച്ചർക്ക് ആകെ ഒരു ചെമ്പരത്തി വരയ്ക്കാൻ അറിയുണ്ടാവും. അത് വിചാരിച്ചിട്ട് ഈ 20 എണ്ണം ചെമ്പരത്തി തന്നെ പഠിക്കണമെന്നുണ്ടോ? ഞാനിത് പറയുന്നതെന്താ അറിയോ, ഹാർഡ് കോറായിട്ട് ഇന്നതാണ് ഇപ്പോൾ ഇത് തീം, എന്തെന്നാ പൂവ് തീം, ഞാൻ ഇന്നത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിനെ, കുട്ടി എന്ന് പറയുന്ന ഒരു ചിന്തയെ, കുട്ടി എന്ന് പറയുന്ന ക്രിയേറ്റീവായിട്ടുള്ള ജെനുവിനായിട്ടുള്ള താല്പര്യങ്ങളും അഭിപ്രായങ്ങളും നിരീക്ഷണവുമുള്ള ഒരു മനുഷ്യനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഈസ് അഡ്രസ്ഡ്, ഈ ഒരു കാര്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സിൻസ് ഇറ്റ്സ് എ വെരി ഷോർട്ട് സ്പാൻ, ഞാൻ പ്രൊലോങ് ചെയ്യുന്നില്ല. അടുത്ത സെഷൻ്റെ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൾ ഐ വോണ്ട് ടു ടെൽ ഇസ്, ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ക്ലാസ് മുറിയിൽ ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ ഡിസൈൻ ചെയ്യുമ്പം ഇതിനെ ആഹ്ലാദകരമാക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് കുട്ടിയെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള അന്വേഷണങ്ങളാണ് ക്ലാസ് മുറിയിൽ നടത്തേണ്ടത്. അത് തന്നെ ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിതം, മ്യൂസിക് ആണെങ്കിൽ അതിൻ്റെ റിതം, ഇപ്പം ചില ഈരടികളുണ്ടാവും, അതിൻ്റെ ചേർത്ത് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ്, അതിൻ്റെ കൂട്ടമായിട്ടുണ്ടാകുന്ന, നമ്മൾ കോറൽ സിംഗിങ് എന്നൊക്കെ പറയുന്ന പോലത്തെ കൂട്ടമായിട്ടുള്ള പാട്ടുകൾ, കൂട്ടമായിട്ടുള്ള അവതരണങ്ങൾ, ഇത്തരം രീതിയിൽ ആളുകളെ ചേർത്ത് വെക്കുക. അതോടൊപ്പം കുട്ടിയുടെ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ, അതൊരു വിഷ്വൽ ആവട്ടെ എന്താണെങ്കിലും അത് കുട്ടിയുടെ മനസ്സുണ്ട്, കുട്ടിയുടെ താല്പര്യമുണ്ട്, കുട്ടിയുടെ നിരീക്ഷണങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ടും ഉറപ്പിക്കുക. ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഇനിയിപ്പം എന്ത് ഫോളോ ചെയ്താലും ഏത് കാര്യങ്ങൾ ചെയ്താലും അടിസ്ഥാനപരമായിട്ട് കുട്ടിയിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും നമ്മൾ ഓറിയൻ്റ് ചെയ്തത് മാതൃഭാഷ തന്നെയാണ്. കുട്ടിക്ക് കൃത്യമായിട്ട് നമ്മളെ മലയാളത്തിലുള്ള കാര്യം തന്നെ പഠിപ്പിക്കുക. മറ്റേത് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റിയാണ്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? അതിൻ്റെ മലയാളം ആലോചിക്കും, എന്നിട്ട് ഇതിനൊന്ന് മാറ്റിയിടും അല്ലേ? ഇപ്പോഴും ഇംഗ്ലീഷ് പഠിച്ച ആളുകൾ സംസാരിക്കാൻ പ്രയാസം പറയുന്നത് എന്താ? ഇത് മാറ്റിയിടുമ്പം 2-3 ചോദ്യം വരും. ഇവിടെ ഇസ് വെക്കണോ, വോസ് വെക്കണോ, വേറെ വെക്കണോ? അത് ചിന്തിക്കുന്നതോടുകൂടി എന്താ പിന്നെ നമ്മൾ വർത്താനേ പറയേണ്ട തീരുമാനിക്കും. ഇത് തന്നെയാണ് കുട്ടിയുടെ കാര്യത്തിലും പ്രോസസ്സ് നടക്കുന്നത്. കുട്ടിക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരു സാധനം ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിന് പകരം അതിനെയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, അപ്പം ECC എന്ന് പറയുന്ന ഒരു സെക്ടറിൽ ഏറ്റവും കൃത്യമായിട്ട് അവർക്ക് അനുഭവേദ്യമാകുന്ന ഒരു ഭാഷാ സംവേദനം ഉണ്ടാവണമെങ്കിൽ, അവർക്ക് അനുഭവേദ്യമാകുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഓട്ട് ടു ബി വിത്ത് ദ മദർ ടങ്. ബാക്കി വരും, ബാക്കിയുള്ളതിനൊന്നും നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല. ഇപ്പം നമ്മളുടെ NEP 2020 ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞു, ഹോളിസ്റ്റിക് അപ്രോച്ചാണ് പറയുന്നത്. ആർട്ട് ഇൻറ്റഗ്രേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് തുടങ്ങണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മളെ എക്സ്പ്രഷൻ്റെ ബേസ്. ഇനി ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ക്ലാസ് റൂം ആർട്ടിസ്റ്റിക് ആക്കുക എന്ന് പറയുന്ന ചിന്തയിലേക്ക് പോകണം. അതിൽ
അതിലേറ്റവും നിങ്ങൾക്ക് കേറ്റർ ചെയ്യാൻ പറ്റുന്നത് അവരുടെ മ്യൂസിക് ഇൻ്റലിജൻസ് ആണ്. ഏറ്റവും കേറ്റർ ചെയ്യാൻ പറ്റുന്നത് അവരുടെ കൂട്ടം ചേർന്നിട്ടുള്ള അവരുടെ പെർഫോമൻസുകളാണ്, അവരുടെ ഗ്രൂപ്പ് പെർഫോമൻസുകളാണ്. ആ രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്യണം. പിന്നെ ജനാധിപത്യവൽക്കരണം ഏറ്റവും പ്രധാനമാണ്. ഒരു 10-15 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഡിഫറൻസിനനുസരിച്ച് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നു എന്ന് ഉറപ്പിക്കണം. എല്ലാവരെയും ഒരേ സാധനം നമ്മൾ പോവില്ല. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കുട്ടികളിലുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ ആർട്ടിസ്റ്റിക് ഇൻക്ലിനേഷൻ തന്നെയാണ്. വരയ്ക്കാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ നമ്മൾ എക്സ്പോഷർ കൊടുക്കേണ്ട ആ രീതിയിൽ തന്നെയാണ്. അഭിനയിക്കാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ രീതിയിലാണ് കൊടുക്കേണ്ടത്. ആ രീതിയിൽ ഒരു ഇൻക്ലൂസീവ്നെസ്സോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റട്ടെ. സിൻസ് ദ ടൈം ഇസ് വെരി ഷോർട്ട്, ഞാൻ പ്രൊലോങ് ചെയ്യുന്നില്ല. നിങ്ങളെ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. നിങ്ങളുടെ ക്ലാസ് മുറികൾ ഏറ്റവും സർഗഭാവനകൾ കൊണ്ടും സർഗാത്മക പ്രവർത്തനങ്ങൾ കൊണ്ടും കുട്ടിയെ അംഗീകരിച്ചിട്ടുള്ള കുട്ടിയുടെ സർഗാത്മകതയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും സമ്പന്നമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.